ഹലോ എവരിവൺ, ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ എക്സ്പോണൻസിൻ്റെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രോപ്പർട്ടീസ്, അതുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ആ പ്രോപ്പർട്ടീസിനെ തന്നെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, ഇതിന് മുന്നേ ഉള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കണ്ട് റെഡി ആയിട്ട് വേണം ഇതിലോട്ട് വരാൻ. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇത് കാണാതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇത് എന്താ സംഭവം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കൂടുതൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും കോൺസെപ്റ്റ് അറിയണം, അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രോപ്പർട്ടി ഇവിടെ പറയുന്നുണ്ട്, a raised to l into a raised to m into a raised to n is equal to a raised to l plus m plus n. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് മുഴുവൻ രണ്ട് ആളുകൾ വരുന്ന കേസാണ്. അതായത് അവിടെ പഠിച്ചിരുന്ന റൂള് a raised to m into a raised to n is equal to a raised to m plus n എന്ന് പറയുന്ന ഒരു റൂളാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. സിമിലർലി അതിൻ്റെ ഡിവിഷനും a raised to m by a raised to n is equal to a raised to m minus n എന്ന് പറയുന്ന റൂളും നമ്മളവിടെ കണ്ടു. പക്ഷെ ഇവിടെ എല്ലാം രണ്ടാളുകളാണ് വന്നത്. പക്ഷെ മൾട്ടിപ്പിൾ ആളുകൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ എല്ലാവരുടെ ബേസ് സെയിം ബേസിട്ട് കൊടുക്കുക. പക്ഷെ 3 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാവരുടെ എക്സ്പോണൻസ് ആഡ് ചെയ്താൽ മതി. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മിക്സ് ചെയ്ത് വരികയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ a raised to l into a raised to m by a raised to n. അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എക്സ്പോണൻസ് ആഡ് ചെയ്യുക, ഡിവിഷനിൽ വരുന്ന ആളുടെ എക്സ്പോണൻസ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താണ് ഈ പ്രോപ്പർട്ടി നമ്മൾ ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 raised to minus 2 into 5 raised to 10 into 5 raised to minus 5. എല്ലാവരുടെയും ബേസ് എന്താ, 5 ആണ്. സോ ആൻസറിൻ്റെ ബേസ് നമ്മൾ എന്ത് ചെയ്യും, 5 ഇട്ട് കൊടുക്കും. ഇനി എക്സ്പോണൻസ് എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യാൻ വേണ്ടത്. കാരണം ഇവരെല്ലാവരും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ -2ഉം 10ഉം -5 ആഡ് ചെയ്യാം. -2 + 10 + -5. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു -2ഉം 10ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 8. 8ഉം -5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 3. സോ 5 raised to 3 അഥവാ 125 എന്നതാണ് ആൻസർ, അഥവാ 125. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് 5 raised to 2 into 5 raised to 8 by 5 raised to 5. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ 5 ആണ്, ബേസ് എല്ലായിടത്തും 5 ആണ്. എക്സ്പോണൻസ് എന്താ ചെയ്യേണ്ടത്, ഇവരുള്ള എക്സ്പോണൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവരെ എക്സ്പോണൻസ് എന്താ മതി, ആഡ് ചെയ്യുക. 2ഉം 8ഉം ആഡ് ചെയ്യാം. ഇനിയോ ഇവിടെ താഴെയുള്ള ആളെന്താ, ഡിവിഷനിലാണ്. അപ്പോൾ ആ 5 എന്ത് ചെയ്യുക, അതായത് ഇവിടുത്തെ എക്സ്പോണൻ്റ് ആയിട്ടുള്ള 5നെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കുക, 2 + 8 10 ആണ്, 10 - 5 5. സോ 5 raised to 5 എന്ന് വരും. ആക്ച്വലി എന്താ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ ന്യൂമറേറ്റർ മാത്രം നോക്കിയേ. ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്, 5 raised to 2 into 5 raised to 8. അപ്പോൾ അതിൻ്റെ വാല്യൂ 5 raised to 2 + 8 ആണ്. പിന്നെ ഡിവിഷനിൽ 5 raised to 5 ഉണ്ട്. ഇപ്പോൾ ഞാൻ ന്യൂമറേറ്റർ മാത്രം ചെയ്യുകയാണെങ്കിൽ 5 raised to 2 + 8 അഥവാ എന്ത് വരും, 5 raised to 10 by 5 raised to 5 ഉണ്ട്. ഇപ്പോൾ ഇതെന്തായി, ഡിവിഷൻ്റെ കേസായി. ഡിവിഷൻ ആകുമ്പോൾ നമ്മൾ അതേ ബേസ് ഇട്ട് കൊടുത്തിട്ട് ന്യൂമറേറ്ററിൻ്റെ എക്സ്പോണൻറ്റിൽ നിന്ന് ഡിനോമിനേറ്ററിൻ്റെ എക്സ്പോണൻറ്റ് സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുക. 5 raised to 10 - 5 ആൻസർ എന്താ വരിക, 5 raised to 5. ഉണ്ടോ, സെയിം ആൻസർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് എഴുതണം. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ ഡിവിഷൻ്റെ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യണം. പക്ഷേ ഇതാകുമ്പോൾ എന്താ, ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നോക്കി നിങ്ങൾ 1 2 3 4, ഇവിടെ ജസ്റ്റ് സിംഗിൾ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. അപ്പോൾ ഏതാ ഈസി, ആണ് ഈസി. ഇനി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, 2 raised to 3 into 2 raised to -1 by 2 raised to 4 into 2 raised to 5. ഇങ്ങനെയാണെങ്കിലോ എങ്ങനെ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നോക്കുക, എല്ലായിടത്തും 2 ആണ് ബേസ്, ആ ബേസ് ഇട്ട് കൊടുക്കുക. ഇനിയോ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലിക്കേഷനിൽ 3ഉം -1 ആണ് അവരുടെ എക്സ്പോണൻസ്, അവർ തമ്മിൽ ആഡ് ചെയ്യുക, 3 + -1. താഴെയുള്ള പവേഴ്സ് 4ഉം 5ഉം ആണ്, അവരെന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, -4 -5. ഇത്രയോട് റെഡി. ഇനി ജസ്റ്റ് നോക്കിയാൽ മതി, 2 raised to 3 + -1 2 2 - 4 -2 -2 -5 -7. അത് നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ടൈം എടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സബ്ട്രാക്ഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ 2 raised to -7 അഥവാ നിങ്ങൾക്ക് 1/2 raised to 7 എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ്, നിങ്ങൾ ഇതുപോലത്തെ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് സിമ്പിളി എന്ത് ചെയ്യാൻ പറ്റും, അവരെ ക്യാൻസൽ ചെയ്തിട്ട് പരിപാടി നടത്താൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ 3 ആളുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ കണ്ടു. ഇനി 3ക്ക് പകരം 4 ആളുകൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 2 raised to 1 into 2 raised to 2 into 2 raised to 3 into 2 raised to 4.
എന്തായിരിക്കും ആൻസർ? സെയിം ബേസ് ഇട്ട് കൊടുക്കുക. എല്ലാവരും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരുടെയും പവേഴ്സ് 1 2 3 4 നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അത്രയുള്ള പരിപാടി. അപ്പോൾ 2 raised to 1 + 2 3 3 + 3 6 6 + 4 10 2 raised to 10 എന്നുള്ള ആൻസർ കിട്ടും. ഇനി 5 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലോ സെയിം പ്രൊസീജിയർ. പക്ഷെ റൂൾ എന്തായിരിക്കും? സെയിം പ്രോപ്പർട്ടി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുക? ബേസ് സെയിം ആയിരിക്കണം അല്ലേ? ബേസ് സെയിം അല്ലാത്ത കേസിൽ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് ആ റൂൾ അപ്ലൈ ചെയ്യാം. ഇനി ഇയാൾക്കൊരു ഡിവിഷനിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഡിവൈഡ് ബൈ 2 raised to പവർ ഉണ്ടായിരുന്നെങ്കിൽ ആ പവർ എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു ഈ കേസ് കണ്ടതുപോലെ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള തൊട്ട് മുമ്പുള്ള വീഡിയോ പഠിച്ചിട്ടുള്ള കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ആ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കണം നിങ്ങൾ വരേണ്ടത്. കാരണം ഇത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. അത് കാണാതെ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് എന്താണ് ഇയാൾ ഈ പറയുന്നത് എന്നുള്ള വിചാരിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം? കണ്ട് ക്ലിയർ ആക്കി വരണം. പിന്നെ ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ആ സിമ്പിൾ റൂൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല എക്സ്പ്രഷൻസും നിങ്ങളുടെ കാൽക്കുലേഷൻസിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താ? ഏറ്റവും പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോർട്ട് കട്ട്സും ട്രിക്സും ടിപ്സും എല്ലാ കാര്യങ്ങളും അറിയണം. ഷട്ടപ്പടയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് സെപ്പറേറ്റ് വീഡിയോ ആക്കിയത്. മാത്രമല്ല അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള അതിലുള്ള നമ്മളൊരു ഹോംവർക്ക് തന്നിരുന്നു. ആ ഹോംവർക്ക് ചെയ്ത് അതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ചെയ്യാൻ പറയുന്നു. സോ അതും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു 1-2 ക്വസ്റ്റ്യനും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹോംവർക്കായിട്ട് തരാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 10 raised to 4 into 10 raised to 6 divided by 10 raised to 2 into 10 raised to 3. ഓക്കെ, എന്താണ് അതിൻ്റെ ആൻസർ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് 100 raised to 10 into 100 raised to 20 by 100 raised to 1. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ എന്താ വരുന്നത് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റെഡി ആയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എല്ലാവരും നിങ്ങൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ള ആൻസർ ആ ആൻസർ എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഇനിയും പ്രോപ്പർട്ടീസ് ഉണ്ട്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലുള്ള, അതൊക്കെ നമുക്ക് ഇനി അപ്കമിങ് വീഡിയോസിൽ എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, താങ്ക് യു.